വിശ്വാസം പടച്ചോൻ സീല് വെച്ചതാണോ, അല്ല പഠിപ്പിച്ചതാണോ, എന്താ മാർഗദർശനം, എന്താ മാനദണ്ഡം? ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വേങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലം മെനയാന്ന് 28-ാം തീയതി ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി. വളരെ ലളിതമായ തെളിവ്, എന്നാൽ വളരെ ശ്രദ്ധേയമായ തെളിവ്. തൗഹീദുമായി ബന്ധപ്പെട്ട കാതലായ വിഷയത്തിലാണ് അവിടെ മുഖാമുഖം നടന്നിട്ടുള്ളത്. ആ മുഖാമുഖത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് വിയോജിപ്പുള്ള സമസ്തയിലെ ആളുകൾ വളരെ പ്ലെയനോടെ, വളരെ പഠിച്ചിട്ട്, അവരുടെ വിശ്വാസങ്ങൾ ശരിക്ക് പഠിച്ചിട്ട്, അവരുടെ വാദമുഖങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് അവരാ സംവാദ മുഖാമുഖ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ അത്ഭുതത്തോടുകൂടി ശ്രദ്ധിക്കുകയായിരുന്നു അവരുടെ 9 മണിവരെയുള്ള നീണ്ട സംവാദം. ആശ്ചര്യമായ കൗതുകകരമായ ഒരു വസ്തുത എന്താണെന്നറിയോ? ഇസ്ലാമിക ലോകത്തിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണം സംഭവബഹുലമായ പ്രവാചക തിരുമേനിയുടെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിലെ തിരുചര്യ എന്ന് പറയുന്ന സുന്നത്താകുന്ന രേഖ. ഞാൻ വിചാരിച്ചു ഒരു ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച് അല്ലല്ലാത്തവരുടെ ഇസ്തിഹാസ നടത്താൻ ഈ ആയത്ത് തെളിവാണ് എന്ന് പറയും എന്ന് ഞാൻ വിചാരിച്ചു. പ്രവാചകനിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ് ഉദ്ധരിച്ച് അവർ മുഖാമുഖത്തിൽ പങ്കെടുക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ സഹാബാക്കിറാമിന്റെ ജീവിത ചരിത്രം പറഞ്ഞുകൊണ്ട് അവർ അവിടെ സംവാദത്തിൽ മുഖാമുഖത്തിൽ അവർ സംബന്ധിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഒരു മുഖാമുഖമാകുമ്പോ സ്വാഭാവികമായി ഏറ്റവും ശക്തമായ തെളിവാണല്ലോ മാറ്റുരക്കുക. ഖുർആനാണല്ലോ ഒന്നാമത്തെ പ്രമാണം, അതാണല്ലോ ഒന്നാമത്തെ തെളിവ്, അതിൽ നിന്നാണല്ലോ ഉദ്ധരിക്കേണ്ടത്. രണ്ടാമത്തത് ഹദീസാണല്ലോ, അതിൽ നിന്നാണല്ലോ ഉദ്ധരിക്കേണ്ടത്. ഇത് രണ്ടുമില്ല. പിന്നെയോ സഹാബികൾ, അതുണ്ടായോ? അതുണ്ടായില്ല. പിന്നെ ഏതാണ്? ഏതോ ഒരു കാലഘട്ടത്തിലെ സഹാബിയാണെന്ന് തെളിയിക്കപ്പെടാത്ത ഏതോ ഒരു വ്യക്തി കണ്ട സ്വപ്നം തെളിവായി ഉദ്ധരിച്ച് ഇതിന്റെ വിധി പറയാനാണ് സുന്നി പ്രസ്ഥാനത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാരായിട്ടുള്ള അവിടെ വേഷം മാറി വന്നിട്ടുള്ള പല ആളുകളും ശ്രമിച്ചു പോന്നിട്ടുള്ളത് എന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം ഒന്നാം പ്രമാണം ഖുർആനാണ്, രണ്ടാം പ്രമാണം സുന്നത്താണ്. സ്വപ്നം ഇസ്ലാമിന് തെളിവല്ല. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തീർത്തു പറയുന്നു, സ്വപ്നം എത്ര വലിയ ഔലിയ കണ്ടാലും, എത്ര വലിയ നേതാവ് കണ്ടാലും അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്, അത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട് എന്ന് പേരോട് തീർത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തെളിവുകൾ മാറ്റുരക്കുമ്പോൾ തീർച്ചയായും ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനാണല്ലോ. പക്ഷെ അതുണ്ടായില്ല. രണ്ടാമത്തെ പ്രമാണം പ്രവാചകന്റെ ഹദീസുകളാണല്ലോ, അതും ഉണ്ടായില്ല. മൂന്നാമതായി സഹാബികൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി സ്വീകരിച്ച വല്ല നിലപാടുകളുണ്ടോ? അതുണ്ടായില്ല. അതൊരൊറ്റ കാര്യം മതി. എന്തിനെ? അതിന് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം, എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യും. ആലുവ കുന്നത്തേരി ഒരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ സ്വാഭാവികമായി പ്രമാണങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും അല്ലേ? അത്ഭുതകരമായ കാര്യം എന്താണ്? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൊറ്റ ആയത്തും അവിടെ ഉദ്ധരിച്ചില്ല. ഷിയാ സൈറ്റിൽ നിന്നെടുത്ത 40 പോയിന്റുകളിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഷിയാക്കൾ കണ്ടെത്തിയ 40 തെളിവുകളിൽ 13ാമത്തെ തെളിവായ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ്
ഈ സംഭവം തെളിയിച്ചത്. അതാവട്ടെ വിഷയവുമായ ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തൊരാളും മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന തെളിവായി ആ സംഭവം ഉദ്ധരിച്ചിട്ടില്ല. അള്ളാഹു എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? 16-ാം അധ്യായം 64-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വിശദീകരിക്കുകയാണ്. ഖുർആൻ അർത്ഥം പഠിക്കേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് പാപമാണെന്ന് വിശ്വസിച്ച് തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകം എഴുതിയ മുസ്ലിയാക്കന്മാർ നമ്മുടെ കേരള മണ്ണിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഏതൊരു വേദഗ്രന്ഥം ഏതൊരു ജനതയുടെ പരിവർത്തനത്തിന്റെ ചരിത്രമായി കടന്നു പോന്നുവോ ആ ചരിത്രത്തിന് വിഘാതമായി ഭൂചണ്ഡഗിരിയിൽ കഴിഞ്ഞുകൂടേണ്ട അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് മറഞ്ഞു വീണുപോണ്ട ഒരു ജനതയെ സൃഷ്ടിക്കുവാൻ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്ന് കിതാബ് എഴുതി പ്രചരിപ്പിച്ച ആളുകൾ ഈ നാടിന്റെ സംഭാവനയായി കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന വസ്തുത മുൻനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹു എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? അള്ളാഹു തന്നെ പറയട്ടെ. അള്ളാഹുവിന്റെ കലാമിലൂടെ വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദീന ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഖ്മിനൂൻ. ഖുർആനിലെ 16-ാം അധ്യായം 64-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, തീർച്ചയായും പ്രവാചക, താങ്കളിലേക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിതുബയ്യിന ലഹുമുല്ലദീന ഇഖ്തലഫൂ ഫീഹി, അവർ ഭിന്നിച്ച കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ, അവർ ഭിന്നിച്ച കാര്യത്തിൽ വിശദീകരണം നൽകുവാൻ. ഏതൊരു വിഷയത്തിൽ ലോക മനുഷ്യ സമുദായം ഭിന്നിച്ചുപോയോ ആ ഭിന്നതയിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ലോകത്തെന്തൊക്കെ ഭിന്നതകളുണ്ട്. യേശുക്രിസ്തു അല്ലാഹുവിന്റെ പുത്രനാണെന്ന് വാദിക്കുന്ന ഭിന്നത മുതൽ, കന്യാമറിയമ്മനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭിന്നത മുതൽ, ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്ന പല വാദങ്ങൾ മുതൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതകൾ ഒരുപാടുണ്ട്. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ആരാധിക്കുകയും പൂജിക്കുകയും വഴങ്ങുകയും ചെയ്യുന്ന കോടാനുകോടി മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്കിടയിലൊക്കെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് പറയുന്നവർ, ആ ആരാധന തെറ്റാണെന്ന് പറയുന്നവർ, അന്ധവിശ്വാസങ്ങളെ പേറുന്നവർ, അന്ധവിശ്വാസത്തെ എതിർക്കുന്നവർ, അനാചാരങ്ങളെ എതിർക്കുന്നവർ, അത്യാചാരങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ, ആചാര വൈകൃതങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭിന്നാഭിപ്രായങ്ങൾ മനുഷ്യരൊക്കെ ഭിന്നിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഭിന്നത തീർപ്പ് കൽപ്പിക്കുവാൻ അല്ലാഹു പറയുകയാണ്, ലിതുബയ്യിന ലഹുമുല്ലദീന ഇഖ്തലഫൂ ഫീഹി, അവർ ഭിന്നിച്ചുപോയ കാര്യങ്ങളിൽ, അവർക്കിടയിൽ ഭിന്നത ഉണ്ടായ കാര്യങ്ങളിൽ, വഹുദൻ, ഇതൊരു മാർഗദർശനമാണ്, വറഹ്മതൻ, ഇതൊരു കാരുണ്യമാണ്, ലിഖൗമിൻ യുഖ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന വസ്തുത നാം വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. വല്ലാത്ത വാക്ക്, ഈ ഗ്രന്ഥത്തിന്റെ വാക്ക്, അല്ലാഹുവിന്റെ വാക്ക്. എന്തുകൊണ്ടാണ് പടച്ചോന്റെ ഖുർആനെ പറ്റി നമ്മൾ ചിന്തിക്കാത്തത്? ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. എന്താ വചനം ഇത് പറയുന്നത്? ഈ ഗ്രന്ഥം പ്രവാചക താങ്കളിലൂടെ അവതരിപ്പിച്ചത് എന്തിനാ? ലിതുഖ്രിജന്നാസ. കണ്ടോ, മുസ്ലിങ്ങളെ എന്നല്ല, അന്നാസ്, മാസ്, പീപ്പിൾ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും. അങ്ങനെ ഒരു കാര്യം തന്നെ ഉണ്ടോ നമുക്ക്? ഞാനൊരു സ്ഥലത്തെ ഓർക്കുകയാണ്, ഇവിടെ അത് ഓർക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിൽ ഞാൻ ആയത്തുകൾ ഉദ്ധരിച്ച് സമൂഹത്തോട് പറഞ്ഞു, ഈ നബി മുസ്ലിങ്ങളുടെ മാത്രം നബിയല്ല, ഈ നബി ബാലന്റെയും കൂടി നബിയാണ്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം നബിയല്ല, അല്ലെ ഇത് മുസ്ലിമിന്റെ നബിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ബാലന്റെ നബിയാണ്, ലോകത്തിന്റെ നബിയാണ്, ലോകരുടെ നബിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു വലിയൊരു സക്കാഫി അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ആ കേസറ്റ് ഇങ്ങനെ കേട്ടു. എന്നിട്ട് കേട്ട് പഠിക്കുകയല്ല, മൂപ്പരവാക്കാതെ കേട്ട് പഠിക്കുകയല്ല. എന്ത് ചെയ്തു? ഇത് മുസ്ലിമിന്റെ നബിയല്ല എന്ന പോയിന്റ് ആദ്യം എടുത്തു. പിന്നെ ഇത് ബാലന്റെ നബിയാണ് എന്ന അടുത്ത വാചകം എടുത്തിട്ട് കേൾപ്പിച്ചു. എന്നിട്ട് പറയണം, കണ്ടോ, മുസ്ലിമീങ്ങളുടെ മാണിക്യ കൊട്ടാരത്തിലെ അല്ലാഹുവിന്റെ റസൂല് മുസ്ലിമിന്റെ നബിയല്ല എന്നാണ് ഈ വഹാബി പറയുന്നത്. അള്ളാന്റെ ഖുർആനിൽ പറയുന്നതാണ്, ലോകത്തുള്ള 714 കോടി മനുഷ്യരുടെയും നബിയായി നബി. അത് പരിചയപ്പെടുത്താൻ കഴിവുള്ളവർ ആരുണ്ട്? അത് പരിചയപ്പെടുത്തുന്നവരെ കുതിര കയറുക, അറബി പയ്യൻ എന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ആയുസിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പണ്ഡിതനെ
സമസ്തയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ടാവോ? ഈ പോക്ക് പോവുകയാണെങ്കിൽ തീരെ ഉണ്ടാവില്ല. എന്നാലും എന്താ പറയാ, അങ്ങനെയുള്ള ആളുകളുടെ പേരെ കുതിര കയറുക എന്നല്ലാതെ എപ്പോഴെങ്കിലും അള്ളാന്റെ ദീനിനെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എപ്പോഴും ശത്രുതയാണ് എല്ലാ കാര്യത്തിലും, അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മതം എന്താണ് എന്ന് ലോകത്തോട് നമുക്ക് പറയേണ്ടി വരുന്നത്. പ്രവാചകനാരാ? വിശുദ്ധ ഖുർആൻ എന്താ? ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനം, ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. ലോകത്തിനാകമാണ്, ഈ നാട്ടിലെ ഹൈന്ദവർക്ക് അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥാണത്. ഈ നാട്ടിലെ ക്രൈസ്തവർക്ക് അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥമാണത്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥം. യാ യുഹന്നാസ്, സത്യവിശ്വാസി മനുഷ്യരെ അള്ളാഹ് വിളിക്കാൻ, യാ യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. മനുഷ്യർക്കാകമാനമുള്ള സതുപദേശം കണ്ടോ? അറേബ്യൻ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങൾക്ക് എന്നല്ല, കറുത്തവരെ വെളുത്തവരെ, ക്ഷത്രിയരെ ശൂദ്രരെ വൈശ്യരെ ബ്രാഹ്മണരെ എന്ന വിളിയല്ല, മനുഷ്യകുലമേ ലോകത്തിന് മുഴുവനുമുള്ള ഗ്രന്ഥം. 10-ാം അധ്യായം 57-ാമത്തെ വചനം. വ്യക്തമാണ് കാര്യങ്ങൾ. അങ്ങനെ എത്തിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. അതേ, അതിന് നമുക്ക് അവസരമില്ല. ഉണ്ടോ? എവിടെ നോക്കിയാലും മുസ്ലിയാക്കന്മാര് ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുക. ഇവിടെയും വരും നാളെ ഒരു വിദ്വാൻ, നിങ്ങൾക്ക് കാണാം, ക്ലിപ്പിംഗ് മാത്രമേ പറയൂ, ഒറ്റ ആയത്ത് ഓതൂല, ഒറ്റ ഹദീസ് ഉദ്ധരിക്കില്ല. ഇനി ഞാനിത് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഇപ്പൊ തന്നെ വിളിച്ചു പറയും എങ്ങനെയെങ്കിലും മനപ്പാടാക്കി ഒരു ആയത്ത് കയറ്റി വരണേ. ഹേയ്, അങ്ങനെ ചിലപ്പോൾ മനപ്പാടാക്കി കഷ്ടപ്പെട്ട് പറഞ്ഞുകൂടായി ഒന്നുമില്ല. പൊതുവേ ഞാൻ പറയാം, അപ്പൊ പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുന്നി മുസ്ലിയാക്കന്മാരാരെങ്കിലും ആയത്തോതുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബ്ദുസ്സലാത്തിന് കഴിഞ്ഞ് ഒരു ക്ലിപ്പിംഗ് ഇട്ട് തുടങ്ങും. സമാപിപ്പിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഒരു ക്ലിപ്പിംഗ് ഇടും. ഓർക്ക് എന്നെ കണ്ടിട്ടില്ലേ ഓർക്കേരൂല, കാന്തപുരത്തിനെ കണ്ടിട്ടില്ലേ ഓർക്കേരൂ, പേരോടിനെ കണ്ടിട്ടില്ലേ ഓർക്കേരൂ, ഇന്നെ കണ്ടിട്ടില്ലേ ഓർക്കേരൂല. സക്കാഫിമാർക്ക് ഒരു 40 വട്ടമൊക്കെ കാണുന്ന ഒരു ദിവസം. എന്തൊരു പുതുമ, എന്തൊരു ഇഷ്ടങ്ങൾക്ക്. ആലോചിക്കുക, നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുക. ഈ ക്ലിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുക. ക്ലിപ്പിംഗ് ഇടണമെന്നൊന്നുമില്ല, ക്ലിപ്പിംഗ് ഇടേണ്ടയിടത്ത് ഇടണം, ഇടേണ്ട വിധം. ആയത്തിനെതിരായി, ഖുർആനെതിരായി, സുന്നത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞിടണോ? അതാ കളിപ്പിക്കണ്ടേ? അടിപ്പാവാടേ, എന്താ സംഗതി? അത് ഇതിങ്ങനെ നാടിയിട്ടും നാളെയും വരും. നാളെ വന്നിരിക്കും മുമ്പ് അതൊക്കെ ഇട്ട് ഭയങ്കര ഗൗരവമായിട്ട് പറയും. അതുകൊണ്ട് എന്താ കാര്യം? ഒരു അടിപ്പാവാടാന്നുള്ള ക്ലിപ്പിംഗ് ഇട്ട സുന്നത്ത് പഠിക്കുവോ? ബിദ്അത്ത് എന്താന്ന് മനസ്സിലാക്കുവോ? ഖുർആൻ എന്താന്ന് മനസ്സിലാകുവോ? ഇല്ല. അതുകൊണ്ട് ആയത്ത് ഉദ്ധരിക്കുക, ഹദീസ് ഉദ്ധരിക്കുക, തെളിവുദ്ധരിക്കുക, ന്യായങ്ങൾ പറയാ, അതൊക്കെ നസ്തമിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല്, എനിക്ക് അത്ഭുതം